എത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ശുശ്രൂഷകരെ, വിശ്വാസികളുടെ സമൂഹമേ, മുന്നമേ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഇന്നത്തെ കുർബാന ഉടനീളത്തിലും ഇന്നത്തെ ഇപ്പോൾ നടക്കാൻ പോകുന്ന വചന ശുശ്രൂഷയിലും ഇന്ന് കഴിഞ്ഞു വരുന്ന പ്രാർത്ഥനാ യോഗത്തിലും പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ തോന്നിയാൽ ദയവ് ചെയ്ത് എന്നെ അറിയിക്കണം എന്ന് മുന്നമേ ഞാൻ പറഞ്ഞുകൊള്ളുണ്ട്. ജ്ഞാനായക്കാരിയുടെ ഞായറാഴ്ച എന്നാണ് നോയമ്പിലെ ഈ ഞായറാഴ്ചയെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത്. സഭ ക്രമീകരിച്ചു തന്നിരിക്കുന്ന ഓരോ വേദഭാഗങ്ങളും, നോയമ്പിലുടനീളമുള്ള ഓരോ വേദഭാഗങ്ങൾക്കും അതിൻ്റേതായ അർത്ഥവും മാനവുമുണ്ട്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പല തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ടാണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഒന്നുകിൽ നമ്മുടെ കുടുംബത്തിനുള്ള സമാധാന അന്തരീക്ഷം തകരുന്ന എന്തെങ്കിലും സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഞെരുക്കങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗങ്ങളുടെ ഒരു ശമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം മക്കളെക്കുറിച്ചുള്ള വ്യഥയോ അല്ലെങ്കിൽ ആകുലതകൾ കൊണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളും പ്രാർത്ഥനകളും കൊണ്ടാണ് നാം ഇന്ന് ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കനാന്യക്കാരിയുടെ സുവിശേഷം ഇന്ന് വായിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതായ ഒരു സന്ദേശം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആവശ്യങ്ങളുടെ പൂർത്തീകരണം എന്നതാകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നാം വായിച്ചു കേൾക്കുമ്പോൾ അതിൽ വായിച്ചു കേട്ട ഭാഗം എന്ന് പറയുന്നത്, സോറിന്റെയും സീദോന്റെയും താഴ്വരയിലൂടെ നടന്നു പോകുമ്പോൾ, യേശു തമ്പുരാനും സ്ലീഹന്മാരും നടന്നു പോകുമ്പോൾ ഒരു കനാന്യ സ്ത്രീ അവിടേക്ക് കടന്നു വരികയും, ദാവീദ് പുത്രനായ യേശുവേ, എന്നിൽ ദയ തോന്നണമേ എന്ന് വിളിച്ച് നിലവിളിക്കുകയും ചെയ്തു. യേശു തമ്പുരാൻ ഇത് കേട്ടു തന്റെ സ്ലീഹന്മാരോട് പറയുന്നത്, യഹൂദന്മാർക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ സ്ത്രീ പിന്നെയും പുറകിൽ നിന്ന് വിടുന്നില്ല. പിന്നെയും ഈ സ്ത്രീ പുറകിൽ നിന്ന് വിളിച്ച് പറയുകയാണ്. അപ്പോൾ യേശു തമ്പുരാൻ തിരിഞ്ഞു നിന്ന് ആ സ്ത്രീയോട് പറയുന്നത്, യജമാനന്മാരുടെ മേശയിൽ വിളമ്പുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കൾ എറിഞ്ഞു കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ സ്ത്രീ മറുപടി പറയുന്നത്, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കൊണ്ട് നായ്ക്കൾ ജീവിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് യേശു ക്രിസ്തു, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വന്ന യേശു ക്രിസ്തു ഒരു സ്ത്രീയെ ഇങ്ങനെ എന്തുകൊണ്ട് അഭിസംബോധന ചെയ്തു എന്ന് നാം ചിന്തിക്കാം. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവരുടെ പുറജാതിക്കാരെ എന്ന് പറയുന്നത് നായക്കുട്ടികൾക്ക്, അല്ലെങ്കിൽ മാഗി വാക്കർ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്, വൃത്തിശൂന്യവും ഒരു രീതിയിലുമുള്ള വൃത്തിയില്ലാത്ത നായകളെ ആയിട്ടാണ് അവർ പുറജാതിക്കാരെ കണ്ടുവന്നിരുന്നത്. എന്നാൽ യേശു തമ്പുരാൻ പറയുന്ന ആ പർട്ടിക്കുലർ ഭാഗം ഗ്രീക്കിൽ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് വൃത്തിശൂന്യമായൊരു നായയായിട്ടല്ല കനാന്യക്കാരിയെ കാണുന്നത്. അതിനു പകരം നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന പട്ടിക്കുട്ടിയുടെ ഒരു ഫ്രൈസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പെറ്റിനോട് സാദൃശ്യമുള്ള ഒരു ഫ്രൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ ഈ സ്ത്രീക്ക് മനസ്സിലായി, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തുടിച്ചിരിക്കുന്ന ആ കരുണ എനിക്ക് ഒരുപക്ഷെ കിട്ടുമായിരിക്കാം എന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും ചോദിക്കുന്നു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ചോദിക്കുമ്പോൾ യേശു തമ്പുരാൻ അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവളുടെ മകളെ ആ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടർത്തുകയാണ്. ഈ സ്ത്രീയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവളുടെ മുമ്പിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് എന്ന് പറയുന്നത് അവൾക്ക് റേസിൻ്റെതായ അല്ലെങ്കിൽ ജാതിയുടേതായിട്ടുള്ള തടസ്സം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് റിലീജിയൻ്റെതായിട്ടുള്ള ഒരു ബാരിയർ. മൂന്നാമത്തേത് എന്ന് പറയുന്നത് യേശു തമ്പുരാനെ അടുത്തേക്ക് വരാനായിട്ടുള്ള വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു ബാരിയർ. ഇങ്ങനെ 3 തടസ്സങ്ങളെ അവൾ തൃണവൽക്കരിച്ചുകൊണ്ടാണ് അവൾ യേശു തമ്പുരാനെ അടുത്തേക്ക് വരുന്നത്. ദിനവൃത്താന്തം പുസ്തകം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ യോശുവയോട് യഹോവ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ സോറിന്റെയും സീദോന്റെയും ഒക്കെ താഴ്വരയിൽ
പുറജാതികൾ ഉണ്ടാകും, അവരെ ഉന്മൂലനാശം ചെയ്യണമെന്നാണ് പറയുന്നത്. ഉന്മൂലനാശം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെ വേരോടെ പിഴുതെറിയണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പുറജാതിക്കാരുമായിട്ട് നിനക്കോ നിന്റെ സന്തതി പരമ്പരകൾക്കോ ഒരു രീതിയിലുള്ള ബന്ധവും ഉണ്ടാകരുത്. കാരണം അവർ വിഗ്രഹാരാധികളാണ്. അവരുമായി നിങ്ങൾ പങ്കുചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ വഴിപിഴച്ചു പോകും. അതുകൊണ്ട് അവരെ ഉന്മൂലനാശം ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഇന്നത്തെ ക്നാനായക്കാരിയായ സ്ത്രീ. അപ്പോൾ ആ ഒരു ജാതി വ്യത്യാസം അല്ലെങ്കിൽ റേസ് വ്യത്യാസത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവൾ യേശു തമ്പുരാന്റെ അടുത്തേക്ക് വരികയാണ്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, യഹൂദന്മാർക്ക് വേണ്ടി മാത്രം അയക്കപ്പെട്ടിട്ടുള്ള യേശു തമ്പുരാൻ പുറജാതിക്കാർക്ക് വേണ്ടി പെരുമാറുമോ അല്ലെങ്കിൽ അവരെ സൗഖ്യമാക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ്. സ്ത്രീ ഇതൊന്നും ചിന്തിക്കുന്നില്ല. അവൾ യേശു തമ്പുരാന്റെ പിന്നാലെ തന്റെ വിശ്വാസത്തോടെ പായുകയാണ്. ഇതിൽ യേശു തമ്പുരാനെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവളുടെ വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ യേശു തമ്പുരാൻ അവളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള സ്ത്രീയെ അനുഗ്രഹിക്കുകയും അവളുടെ കുഞ്ഞിനെ സുഖപ്പെടുത്തുകയും ചെയ്യും. ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആകുലതകൾ നാം നമ്മുടെ ദൈവത്തിന് തിരുമുമ്പാകെ സമർപ്പിക്കേണ്ട ഒരു ദിവസമാണ്. തൻ്റെ മാതാവ് തൻ്റെ മകളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മകളുടെ ബുദ്ധിമുട്ടിന് വേണ്ടി ആ മാതാവ് പട്ടിയുടെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശു തമ്പുരാനോട് കേണപേക്ഷിച്ചു. ഒരു പട്ടിയെ പോലെ യഹൂദന്മാർ അവളെ തള്ളിക്കളഞ്ഞിട്ടും യേശു തമ്പുരാൻ പോലും അവളെ മാറ്റിക്കളയുമെന്ന് തോന്നിയിട്ടും അവൾ ആ ഒരു വലിയ നിന്ന സഹിച്ചുകൊണ്ട് തൻ്റെ മകൾക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. ഞാനും നിങ്ങളും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ഇന്നത്തെ ജനറേഷനിൽ മക്കൾ വഴിപിഴച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ എന്തു തന്നെ ആയിക്കോട്ടെ, എന്തു തന്നെ തടസ്സങ്ങളുണ്ടെങ്കിലും ആ ദൈവത്തിന് മുമ്പാകെ നാം ഇന്ന് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം അത് കേട്ട് അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറ്റിത്തരും. നിങ്ങളുടെ മനസ്സിൽ എന്തു തന്നെ പ്രത്യാശകൾ ഉണ്ടായിരുന്നാലും എന്തു തന്നെ വേദനകൾ ഉണ്ടായിരുന്നാലും ഇന്ന് നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ സങ്കടങ്ങൾ ഇവിടെ നിങ്ങൾ സമർപ്പിച്ചിട്ട് പോവുക. നിങ്ങളുടെ മനസ്സിൽ ഒരു കുന്നിന്റെ ഭാരമുണ്ടെങ്കിലും ആ കുന്ന് ഇന്ന് ഇവിടെ ഇറക്കി വെച്ചിട്ട് പോവുക. അദ്ദേഹം അത് ഏറ്റുവാങ്ങും. 2 കൈ കൊണ്ട് അത് ഏറ്റുവാങ്ങി നിങ്ങൾക്ക് രക്ഷയുണ്ടാകും എന്ന വാക്ക് നിങ്ങൾ വിശ്വസിക്കുക. ഇതിനെല്ലാം വേദപുസ്തകത്തിൽ വ്യക്തമായ മറുപടികളുണ്ട്. യായിറോസിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം. യായിറോസ് എന്താണ് ചെയ്തത്? മരിച്ചുപോയ തന്റെ മകളെ 2 കൈ കൊണ്ടെടുത്ത് യേശു തമ്പുരാന്റെ കൈകളിലേക്ക് കൊടുത്തു. അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യായിറോസിന്റെ മകൾ ഉയർത്തെഴുന്നേറ്റു. രണ്ടാമതായിട്ട് കാണുവാൻ സാധിക്കുന്നത്, ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ലാസറിന്റെ ആ മരിച്ച ആത്മാവിനെ മാർത്തയും മറിയയും കൂടെ യേശു തമ്പുരാന്റെ അടുക്കൽ കൊണ്ടുവച്ചു. യേശു തമ്പുരാൻ ലാസറിനെ അവിടെ നിന്ന് കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച് എടുത്തു. വെറും 5 അപ്പവും ചെറു മത്സ്യങ്ങളും ഉണ്ടായിരുന്ന ആ ശിഷ്യന്മാർ ആ യേശു തമ്പുരാന്റെ കൈകളിലേക്ക് അത് കൊടുത്തപ്പോൾ അത് വലിയൊരു അത്ഭുതമായി മാറ്റപ്പെട്ടു. അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കുണ്ടാകുന്ന എന്തു തരം കാര്യവും ആയിക്കോട്ടെ, സന്തോഷമാകട്ടെ, സങ്കടമാകട്ടെ, ആകുലതകളാകട്ടെ, എന്തു തന്നെ ആയാലും അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് സമർപ്പിക്കുക. ആ വലിയ യഹോവയുടെ കയ്യിലേക്ക് സമർപ്പിക്കുമ്പോൾ യഹോവ അത് വാഴ്ത്തി അനുഗ്രഹിച്ച് നിങ്ങളുടെ കുടുംബത്തെയും ആശ്വസിപ്പിക്കുന്നതും സന്തോഷത്തിൻ്റെതായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് ഈ നോയമ്പുടനീളം നാം ആചരിച്ചു കൊണ്ടുപോകുമ്പോൾ, പ്രാർത്ഥനയുടെ ശക്തിയോടുകൂടി നാം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആകുലതകൾ മാറും, നിങ്ങളുടെ വിഷമങ്ങൾ മാറും, നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരിപാലനമായൊരു നോയമ്പ് എടുക്കുവാൻ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഈ വരുന്ന ബുധനാഴ്ച പാതിനോയമ്പിലേക്ക് നാം കടന്നു വരികയാണ്. പാതിനോയമ്പിന്റെ മഹത്വം നാം ഏവർക്കും അറിയാം. യേശു ക്രിസ്തു മോശ ദൃഷ്ടാന്തമായി പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു തമ്പുരാൻ പാപികളായ നമ്മൾക്ക് വേണ്ടി ആ കാൽവരി കുരിശിൽ ഉയർത്തപ്പെട്ടു. 3 ദിവസം അദ്ദേഹം ഖബറിൽ കിടന്നപ്പോൾ എല്ലാവരും വിശ്വസിച്ചത്, ഇതാ തിന്മ വിജയിച്ചു, നന്മ തോറ്റുപോയി എന്നാണ്.
എന്നാൽ തിന്മ തോറ്റുപോയി നന്മ വിജയിച്ചു എന്ന് കാണിച്ചുകൊണ്ട് യേശു തമ്പുരാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിനെ എതിരേൽക്കുവാൻ നാം ഏവരും ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ആകുലതകളെയും നമ്മുടെ സങ്കടങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇതിന് അവസരം തന്ന ഇത്രയും ബഹുമാനപ്പെട്ട ജോണച്ചനോടും ഇത് കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ദൈവത്തിന് നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.